ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവിൽ ഇപ്പോൾ ഇരുന്ന് ആദിലയുടെ അടുത്ത് ഷാനവാസ് സംസാരിക്കുകയായിരുന്നു ഊഞ്ഞാലിൽ ഇരുന്നിട്ട്. എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ലൈവ് നല്ല ഡ്രൈ ആയിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വീണ്ടും പ്രശ്നങ്ങളായിരിക്കുകയാണ്. ആദില, അനുമോള്, നൂറ ഇവരൊക്കെ പിണങ്ങിയിരിക്കുകയാണ്. ഷാനവാസും അതിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവർ പറയുന്നുണ്ട് ഇനി 6 പേരാവുമല്ലേ അടുത്ത ആഴ്ച, ഗ്രാൻഡ് ഫിനാലയുടെ ദിവസങ്ങളൊക്കെ ശരിക്കും ഭയങ്കര ബോറായിരിക്കുമല്ലേ എന്ന രീതിയിലേക്ക് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അവിചാരിതമായിട്ട് അനീഷ് അതിനകത്തൊരു ടോപ്പിക് ആവുന്നുണ്ട്. അനീഷിനെ പറ്റി ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ജീവിക്കുകയാണ് എന്നുള്ളത് അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. അനീഷിന് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇവിടെ ജീവിക്കണം എന്നുള്ളത്, ജീവിക്കുകയാണെന്നുള്ളത്. അത് അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്തോട്ടെ. നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയും. നമ്മൾ മുഖത്ത് നോക്കി പറയുന്നു ഷാനവാസ് പറയുന്നുണ്ട്. എന്തായാലും ഷാനവാസ് ഈ ഒരു കാര്യം അതിലെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനീഷിനെ പറ്റി തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാതെ വന്നത്, എന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ആ ഒരു വഴക്കിൽ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ടോക്ക് മുന്നോട്ട് പോയത്. അപ്പം ഷാനവാസ് പറയുന്ന ഒരു കാര്യമാണ്, ഫ്ലോയിൽ അങ്ങ് പറയുന്നതാണ് കേട്ടോ. അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അത് ഇപ്പോഴും എത്രത്തോളം സത്യമാണ്, എന്താണ്, ഏതാണെന്നുള്ളത് വീണ്ടും ഒരു കൺഫ്യൂഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് ഷാനവാസിന്റെ അപ്രോച്ചിൽ എനിക്ക് അന്നും ഇന്നും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളൂ. അനീഷിന് ഷാനവാസ് എപ്പോഴും ഒരു നല്ല സുഹൃത്ത് തന്നെയാണ്. ഷാനവാസ് കിടന്നപ്പോഴാണേലും അങ്ങനെ കിടപ്പിലായി പോയ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിലും അനീഷ് എന്താണ് ചെയ്തതെന്നും എത്ര മെച്യൂർ ആയിട്ടാണ് പെരുമാറിയതെന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അനീഷിന്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ അനീഷിന്റെ സൗഹൃദത്തിൽ ഒരു വിശ്വാസകേടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു നല്ല സുഹൃത്ത് എന്താണോ ചെയ്യേണ്ടത് അതാണ് അനീഷ് എന്താണെങ്കിലും ചെയ്തത്. പക്ഷെ ഷാനവാസ് ആണ് ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതിലോട്ട് അടുത്ത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.